ബ്ലേഡ് വെച്ചിട്ട് പുരുക ഷേപ്പ് ചെയ്യാൻ പോവാണ്. അതിനിതേ ഒരു പുതിയ ബ്ലേഡ് വേണം. പുതിയത് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമാവും. ചിലപ്പോൾ കറക്റ്റ് വിചാരിച്ച പോലെ കിട്ടില്ല. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഐബ്രോസ് ഒന്ന് ഇങ്ങനെ നനച്ചു കൊടുക്കുക. ജസ്റ്റ് നമുക്ക് മുഖം കഴുകാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെള്ളം സ്പ്രേ ചെയ്തൊന്ന് അതൊന്ന് നനച്ചെടുക്കാം. നന്നായിട്ട് പുരുകം നനഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബ്ലേഡിലും കുറച്ച് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് എനിക്കധികം പുരുകമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല, മീൻസ് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്നാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതിന് എക്സ്ട്രാ വളർന്നത് നമ്മൾ നോക്കിയിട്ട് അതിങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ പുരുക നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കണം. നല്ല ടൈറ്റ് ആക്കിയിട്ട്, അല്ല ഒരുപാട് ടൈറ്റ് ആവണ്ട, കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് എടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് വരും. അങ്ങനെ നമുക്ക് താഴത്താണ് ആദ്യം ചെയ്യുന്നത്. ബ്ലേഡ് വെച്ച് പിടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, പുതിയ ബ്ലേഡ് ആയതുകൊണ്ട്. നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ താഴത്തെ പോർഷൻ എടുത്ത പോലെ തന്നെ ഇനി മുകളിലും നമുക്ക് എടുക്കണം. താഴത്ത് ചെറുതായിട്ടൊന്ന് വെച്ചപ്പോഴേക്ക് സെറ്റായിട്ടുണ്ട്. മുകളിൽ ചെയ്യുമ്പോഴും ഇതുപോലെ നമ്മളൊന്ന് ടൈറ്റായിട്ട്, സ്കിൻ ടൈറ്റായിട്ടൊന്ന് വലിച്ചു പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മളിങ്ങനെ സെറ്റാക്കി എടുത്ത് കൊണ്ടുവരാം. അപ്പം നല്ലൊരു ഷേപ്പ് കിട്ടും. ഇത് ടെൻഷനൊന്നുമില്ല, സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ചിലപ്പോൾ ഒരു സ്ലിപ്പാവുമോ എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും, പക്ഷേ ശ്രദ്ധിച്ചാൽ മതി, വേറെ സീനൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ നെക്സ്റ്റ് പാർട്ടും നെക്സ്റ്റ് പുരുകവും നമ്മളിതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നു, കുറച്ചെങ്കിലും. നമുക്കിതും അതുപോലെ തന്നെ ടൈറ്റാക്കിയിട്ട് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. യെസ്, അതിൻ്റെ ലോവർ പോർഷൻ സെറ്റായി. വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. അത് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചതല്ലേ, വേണമെങ്കിൽ നനയ്ക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് മുകളിലെ ഭാഗവും ഇതുപോലെ തന്നെ ടൈറ്റായിട്ട് പിടിച്ചങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴേക്ക് സ്മൂത്തായിട്ട് പോവും, പുതിയതായതുകൊണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ബ്ലേഡ് തന്നെ എടുക്കണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ത്രെഡ് ചെയ്യാൻ പറ്റും, ഷേപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. യെസ്, അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്.